ഇതൊന്നും കേട്ടാല് ഡൗൺ ആയി വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയേ ഇല്ല ജാസി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും എന്തൊക്കെ വലിച്ചയച്ച് സോഷ്യൽ മീഡിയ ഇട്ടാലും ജാസി മറ്റേ മാല എടുക്കാൻ തട്ട് താന്ന് തന്നെ ഇരിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലായ? ഞാൻ ഒരു സർജറി ചെയ്ത വ്യക്തിയാണ്. ഞാൻ സർജറി ചെയ്ത് ഒരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ സർജറി ചെയ്ത ഭാഗങ്ങൾ എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. അത് എന്റെ നല്ല സുഹൃത്തുക്കൾ, എന്റെ ഒരുപാട് ഫ്രണ്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ. അവർക്ക് എന്നോട് ചോദിക്കും സർജറി ഓക്കെ എന്നോ ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കാണിച്ചു കൊടുക്കാണ്ട് നമ്മുടെ ഹാപ്പിനെസ് ആണ്. അത് നമ്മുടെ ആളുകളല്ലോ കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങൾ രണ്ട് പെൺ സുഹൃത്തുക്കൾ നിങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നത്. നിങ്ങൾ അത്ര നല്ല ഡീപ്ലി ഫ്രണ്ട് ആകുമ്പോൾ നിങ്ങൾ അവരുടെ മുമ്പിൽ ഡ്രസ്സ് മാറ്റും. ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾ അത്രയും വിശ്വാസമുള്ള ആളുടെ മുമ്പിൽ ഡ്രസ്സ് മാറ്റും അല്ലേ? അത്രയും ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പൊക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പൊക്കിയിട്ടല്ല കാണിച്ചു കൊടുത്തത്. ഞാൻ പൊക്കി കാണിച്ചു കൊടുക്കുന്ന അർത്ഥം മാറി. ഏത് ഭാഗമാണ് കാണിച്ചു കൊടുക്കുന്നത് ചിന്ത വരും. അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ആട്ടെ പൊക്കി കാണിച്ചു കൊടുക്കുന്നതൊക്കെ പറഞ്ഞ ആൾ വീടുണ്ടാക്കും. അപ്പൊ അങ്ങനത്തെ തലത്തിലേക്ക് പോകും. ഞാൻ പൊക്കിയിട്ടല്ല കാണിച്ചു കൊടുത്തത്. എനിക്ക് ആദ്യം ആ മോള് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് തെറി പറഞ്ഞ് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് അറിയാം. മനസ്സിലായ? പിന്നെ വേറെ കാര്യം നിങ്ങൾ പറയാണ്, കുറെ തെറിയൊക്കെ പറഞ്ഞു ഭയങ്കര ആശ്വാസമായിട്ട് ഒറ്റ മോനെ മറച്ച മോനെ എന്നൊക്കെ പറഞ്ഞ് തെറി പറയുമ്പോൾ ഓ അവിടെ ഭയങ്കര സ്ട്രോങ് ആണ്, അവിടെ ഒരു പെൺ പുലിയാണ്. എടാ നാടല്ലേ? ചോറല്ലേ കഴിക്കുന്നത്? നമ്മൾ കേരള അരിഭക്ഷണമല്ലേ കഴിക്കുന്നത്? ഒരു പെണ്ണ് അങ്ങനെ വന്ന് പറയുമ്പോൾ ഭയങ്കര അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ജാസിക്ക് അറിയാം. മനസ്സിലായി? ജാസി വേണ്ടാന്ന് വെച്ചിട്ടാ 2024 ഞാൻ ഒരാൾ ഒന്നും പറയില്ല. ഇനി നിങ്ങൾ എത്ര കൊലകം പെട്ടിട്ട് ഇനി എന്തൊക്കെ പൊട്ടിക്കാനുണ്ടോ നിങ്ങൾ പൊട്ടിച്ചോ. ജാസി ഇങ്ങനെ തന്നെ ഒരു തേങ്ങ പോലില്ല ജാസിക്ക്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ജാസി വിഷയം കത്തി നിൽക്കുകയാണ്. ജാസി തുണി പൊക്കി കാണിച്ചു എന്നുള്ളൊരു വിഷയമാണ് ഇത്രയും വലിയതായിട്ട് കുറേ ട്രോളന്മാർ ഏറ്റെടുക്കുന്നത്. തുണി പൊക്കി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ആ കുട്ടി വിടാണ്ട് പിന്തുടരുന്നു. കുഴപ്പമില്ല, അരി വാങ്ങാനായിരിക്കും, വാങ്ങട്ടെ. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സെ കുറിച്ച് പറയും ജാസിനെ വിട്ടാണ് എല്ലാവരും അരി വാങ്ങുന്നത്. വാങ്ങട്ടെ, നല്ല കാര്യമല്ലേ? ഇപ്പോൾ ഒരു കോണ്ടന്റ് കിട്ടുമ്പോൾ ആ കോണ്ടന്റ് എല്ലാവരും ചെയ്യുമ്പോൾ നമുക്കും അതിൽ ഒരു നെഗറ്റീവോ പോസിറ്റീവോ നമുക്കൊരു നല്ലൊരു പ്രൊമോഷനാണ്. ജാൻമണി പറഞ്ഞ പോലെ നെഗറ്റീവോ പോസിറ്റീവോ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തെറ്റിദ്ധാരണകൾ കുറെ ആൾക്കാർ പറ്റുന്നുണ്ട്. മീൻസ് എന്നെ വളരെ മോശമായിട്ട്, ജാസിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ പറ്റൂല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പറ്റൂല. കാരണം വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ഓൾറെഡി ഇതൊന്നും കേട്ടാല് ഡൗൺ ആയി വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയേ ഇല്ല ജാസി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും എന്തൊക്കെ വലിച്ചയച്ച് സോഷ്യൽ മീഡിയ ഇട്ടാലും ജാസി മറ്റേ മാലാൽ എടുക്കണം തട്ട് താന്ന് തന്നെ ഇരിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലായ? എന്തോ വേറൊരു ഡയലോഗ് കൂടെ പറയുന്നില്ല. ആ ഡയലോഗ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹാറ മരുഭൂമിയാ എന്തോ അതിലേക്ക് മണൽ കയറ്റി അയക്കല്ലേ എന്നുള്ളത്. ആ ഡയലോഗാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. അതിൽ ഒരു പിന്നോട്ടും ഞാൻ നിൽക്കുന്നില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ പറഞ്ഞ പെൺകുട്ടി എന്താ പറയുക നിങ്ങൾക്ക് കൺവേ ചെയ്ത് തന്നത് കേട്ടോ. അത് ഞാൻ ആ ഭാഗം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിനുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊരു ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന വ്യക്തി. എൻ്റെ അക്കൗണ്ട് എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാൻ ഒരാളെയും ട്രോളുന്ന വ്യക്തിയല്ല, അല്ലെങ്കിൽ ഞാൻ ഒരാളെയും കുറിച്ച് വീഡിയോസ് ഇടുന്ന വ്യക്തിയല്ല. ഞാൻ എൻ്റെ വീഡിയോസും എൻ്റെ ഹാപ്പിനെസ്സും കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ സന്തോഷങ്ങൾ പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ ഇത് വലിയ വിവാദമാവുന്നത് എന്നാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ സുഹൃത്തായിരുന്നു ആ കുട്ടി, ഇപ്പം അല്ല. ആ കുട്ടി പറഞ്ഞല്ലോ ഇപ്പം സുഹൃത്തല്ല. ഇപ്പം ഞാൻ ഒരു സർജറി ചെയ്ത വ്യക്തിയാണ്. ഞാൻ സർജറി ചെയ്ത് ഒരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സർജറി ചെയ്ത ഭാഗങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. എൻ്റെ നല്ല സുഹൃത്തുക്കൾക്ക്, എൻ്റെ ഒരുപാട് ഫ്രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. അവരൊക്കെ എന്നോട് ചോദിക്കും സർജറി ഓക്കെ എന്നോ ഓക്കെ എന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. നമ്മളൊരു ഹാപ്പിനെസ് ആണ്. അത് നമ്മൾ ആണുങ്ങൾക്കല്ലല്ലോ കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സുഹൃത്ത് ഇപ്പം നിങ്ങൾ രണ്ട് പെൺ സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നല്ല ഡീപ്ലി ഫ്രണ്ട് ആകുമ്പോൾ നിങ്ങൾ അവരെ മുമ്പിൽ നിന്ന് ഡ്രസ്സ് മാറ്റും. ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾ അത്രയും വിശ്വാസം ഒരാളെ മുമ്പിൽ ഡ്രസ്സ് മാറ്റുമല്ലേ? അത്രയും ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പൊക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പൊക്കിയിട്ടല്ല കാണിച്ചു കൊടുത്തത്. ഞാൻ പൊക്കി കാണിച്ചു കൊടുത്തത് അർത്ഥം മാറി. ഏത് ഭാഗമാണ് കാണിച്ചു കൊടുത്തതെന്ന് ചിന്ത വരും. അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുന്നതൊക്കെ പറഞ്ഞ ആൾ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ തലത്തിലേക്ക് പോകും. ഞാൻ പൊക്കിയിട്ടല്ല കാണിച്ചു കൊടുത്തത്. ഞാൻ ബട്ടൺസ് അയച്ചിട്ട് എൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെയാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ
ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ആ പെൺകുട്ടി ഞാൻ കാണണം എന്ന് പറഞ്ഞു എന്നാണ് ആ കുട്ടി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഒക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പബ്ലിക്കിലായിരുന്നു ബാട്ട പറയും, എനിക്കറിയില്ല, ഞാൻ പുറത്താണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നീ ക്യാമറ ഓൺ ആക്കണ്ട, ഞാൻ വാട്സപ്പ് കോളാണ് ചെയ്യുന്നത്, നീ ക്യാമറ ഓൺ ആക്കണ്ട, ഞാൻ ഓൺ ആക്കി നിങ്ങൾക്ക് കാണാമല്ലോ. അതിപ്പോൾ ഇത്രയും പബ്ലിക് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കാണണമെന്നൊന്നുമില്ല, നമുക്കത് ഇങ്ങനെ കാണാം. പക്ഷെ ആ കുട്ടി കണ്ടിട്ടുണ്ട്. കണ്ടതിന് ശേഷമാണല്ലോ ആ കുട്ടി പറഞ്ഞത് എന്നോട് ഓക്കെ എനിക്കിപ്പോൾ ഓക്കെ ആണ്, എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞത് ആ കുട്ടിയാണ്. ഇനിയിപ്പോൾ അത് മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറേ കാര്യങ്ങൾ മാറ്റി പറയുന്ന ആളല്ലേ. പിന്നെ ആ കുട്ടി ട്രോളുന്ന രീതിയിൽ വളരെ മോശമായിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് മോള് കേൾക്കാത്ത അത്രക്ക് തെറി പറയാനൊക്കെ എനിക്കറിയാം. ജാസി മലപ്പുറംകാരനാണ്, മനസ്സിലായ. അപ്പൊ എനിക്ക് നല്ലോണം പറയാൻ അറിയാത്തത്, പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാരെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അവിടുത്തെ തെറികളായിരിക്കും ആദ്യം നമ്മൾ മനസ്സിൽ പഠിക്കുക. എനിക്ക് ആദ്യം ആ മോള് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് തെറി പറഞ്ഞ് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് അറിയാം, മനസ്സിലായ. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, കുറെ തെറിയൊക്കെ പറഞ്ഞു ഭയങ്കര ആഷ്പൂഷായിട്ട് എടാ ഒറ്റ മോനെ മറിച്ച മോനെ എടാ പോ എന്നൊക്കെ പറഞ്ഞ് തെറി പറയുമ്പോൾ അവള് ഭയങ്കര സ്ട്രോങ് ആണ്, അവള് ഒരു പെൺ പുലിയാണ്. എടാ നാണമില്ലേ? ചോറല്ലേ കഴിക്കുന്നത്? നമ്മൾ കേരളത്തിൽ അരിഭക്ഷണം തന്നെയല്ലേ കഴിക്കുന്നത്? ഒരു പെണ്ണ് അങ്ങനെ വന്ന് പറയുമ്പോൾ ഭയങ്കര അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ജാസിക്ക് അറിയാം, മനസ്സിലായ. ജാസി വേണ്ടാന്ന് വെച്ചിട്ടാ 2026 ഞാൻ ഒരാൾ ഒന്നും പറയില്ല. നിങ്ങൾ ഇനി എത്ര കുലകൊമ്പ് ഇട്ടിട്ട് ഇനി എന്തൊക്കെ പൊട്ടിക്കാനുണ്ടോ നിങ്ങൾ പൊട്ടിച്ചോ. ജാസി ഇങ്ങനെ തന്നെ ഇരിക്കും, ഒരു തേങ്ങാക്കൊല്ലില്ലേ ജാസിക്ക്. അതെ, നിങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുമ്പോൾ ഞാനും അതിന്റെ ഇടയിൽ കൂടെ പൈസ ഉണ്ടാക്കുന്നത്, അത്രയേ ഉള്ളൂ. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് എന്റെ അക്കൗണ്ട് പ്രീ പ്രൊമോഷൻ ആണ്, നിങ്ങൾ പ്രൊമോഷൻ ചെയ്യ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് നിറഞ്ഞു നിൽക്കണ, നിങ്ങൾ ചെയ്തോ, ഒരു കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അപ്പോൾ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നെ വിറ്റിട്ട്, കോണ്ടന്റ് വിട്ടിട്ട്. ഞാൻ അതിൽ കൂടെ ഞാനിങ്ങനെ ചെറുതായിട്ടും ഞാനൊന്ന് വലിച്ച് ഞാനും കുറച്ച് പൈസ ഉണ്ടാക്കട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കല്ലേ, ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് മറ്റേ കടലിലെ ഈ മീനിന്റെ അടിയിൽ ഈ കുറച്ച് മീനുകൾ നിൽക്കുമല്ലോ, എന്തോ പാരസിറ്റ്, അവരും ഈ കഴിക്കുന്ന ഫുഡുകൾ ബാക്കി കഴിക്കും. അതേപോലെ ഞാനും അവിടെ ഒക്കെ ചെയ്തതായിട്ടൊക്കെ ഒന്ന് ഇതാക്കട്ടെ. പിന്നെ എനിക്ക് കുറേ ആൾക്കാരൊന്നുമില്ല, ജാസിക്ക് ജാസിയേ ഉള്ളൂ. ജാസിന്റെ പ്രതികരണം ജാസിയെ പറയുള്ളൂ. ജാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് ജാസിയേ ഉള്ളൂ. ആരും പുഷും ഞാൻ ചെയ്യാറില്ല. പിന്നെ വേറെ കുറെ ആൾക്കാരെ ഇതാക്കി അവര് ട്രോളിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ സാമാന്യ ബുദ്ധി വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ജാസി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. ഞാൻ എന്നെ പൊക്കി പറയൊന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് എല്ലാവരും അക്കൗണ്ട് നോക്കിയാൽ മതി. 8 ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടോ. എൻ്റെ പ്രൊമോഷൻ നമ്പർ ഒന്ന് ലീക്കായിരുന്നു. അപ്പോൾ ആ ലീക്കായ സമയത്ത് ഇത് ജാസിന്റെ നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തതിൽ പുതിയ ഒരു അക്കൗണ്ട് 8 ഫോളോവേഴ്സേ ഉള്ളൂ. എത്ര പേര്, ഒരു 16 പേര് അവർ തിരിച്ചു ഫോളോ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ആ പ്രൊഫൈൽ പിക്ക് ഇട്ടിട്ടുള്ള ആ വീഡിയോ കയറിയത് 235K ആണ്, വ്യൂസ് ആണ്. വ്യൂസ് ഉണ്ട്, ജാസി എന്ന് പറയുമ്പോൾ അവിടെ വ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഷെയറും വീഡിയോസും ലൈക്കും ഒക്കെ കണ്ടിരിക്കാൻ ആൾക്കാരുണ്ട്. നിങ്ങൾ ഇത്രയും നെഗറ്റീവ് എന്നെ പറയുമ്പോഴും നിങ്ങൾ കണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ, അത് ജാസി വിജയല്ലേ. അതൊന്ന്. പിന്നെ എനിക്ക് കാര്യങ്ങൾ പറയാൻ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഒരാളും പേടിക്കുന്ന ആവശ്യമില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് തെറി പറഞ്ഞ് വീഡിയോ ചെയ്യാൻ എനിക്കറിയാം, പക്ഷെ അത് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത വ്യക്തിയല്ല. ഞാൻ പണ്ട് ടിക്ടോക്ക് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ നല്ലോണം പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് എന്നെ അത്രയ്ക്ക് ഹേറ്റ് ചെയ്ത ആൾക്കാരെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുണ്ട്, വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവുമായിരിക്കും എവിടെയെങ്കിലൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് അത് താല്പര്യമില്ല. കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാമിലീസ് കാണുന്നുണ്ട്, കുട്ടികൾ കാണുന്നുണ്ട്. പൊന്നുസൈയും കൂടി വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ എൻ്റെ ഫാനാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ഒരു അങ്ങനത്തെ വർത്താനം വരുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സംഭവം കേൾക്കാം, എന്നിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാട്ടോ. സർജറി കഴിഞ്ഞ് ഞാനിപ്പോ വീട്ടിലാണ്, റെസ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പ്രൂഫ് കാണിക്കാം. അപ്പൊ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു
ഇവിടെ നോണ പറയാം, ഞാൻ പറഞ്ഞ കാര്യം സത്യമായിട്ട് പറഞ്ഞത്. ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ പുറത്താണ്, എനിക്ക് കാണണ്ടാണ്. അത് പറഞ്ഞത് തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞതാണ്, ആ കുട്ടി എന്നോട് പറഞ്ഞു പുറത്താണ്, എനിക്ക് കാണണ്ടാന്ന്. ഇനി ഈ പറഞ്ഞ കുട്ടി പറയുന്ന ഒരു വീഡിയോ കാണിച്ചു കേട്ടോ. ഏരപ്പേ നിന്നോട് എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? അതാണ് എനിക്ക് ഇപ്പൊ നീ അടിച്ച ഈ ഡയലോഗ് എനിക്ക് തിരിച്ചു ചോദിക്കുന്നത്. എടേ, ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോ നീ പറഞ്ഞു എനിക്ക് കാണണ്ട, ഞാൻ പുറത്താണെന്ന്. നീ എന്തിനാണ് വളച്ചൊടിക്കുന്നത്? ഉള്ളത് പോലെ പറ. വളച്ചൊടിക്കല്ലേ. ഇതാ ഒന്നുകൂടി കഴിഞ്ഞ് പ്ലാൻ ചെയ്യണോ? ഇതാ സർജറി കഴിഞ്ഞു, ഞാനിപ്പോ വീട്ടിലാണ്, റെസ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പ്രൂഫ് കാണിക്കാം. അപ്പൊ ആ കുട്ടി വളരെ വ്യക്തമായി എന്നോട് പറഞ്ഞു ഞാൻ ഒരു നോണയല്ല പറയുന്നത്, എനിക്ക് ഇവിടെ നോണ പറയാം, ഞാൻ പറഞ്ഞ കാര്യം സത്യമായിട്ടാണ് പറഞ്ഞത്. ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ പുറത്താണ്, എനിക്ക് കാണണ്ടാണ്. അത് പറഞ്ഞത് തന്നെയാണ്. അതെ, നീ കാണണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞത് എന്താ? മനസ്സിലായോ? അതൊന്ന്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാന് എന്തൊക്കെ പിന്നെ ഈ കുട്ടി ഒരു കമന്റ് ഇട്ടായിരുന്നു, എന്തൊക്കെയായാലും ഇവര് വെളിച്ചെണ്ണ കച്ചവടമാണ്, ഇവര് കുനിഞ്ഞു നിന്നിട്ട് ഡാഷ് ഡാഷ് ഒക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ എവിടെയും കുഞ്ഞു നിൽക്കാൻ പോയിട്ടില്ല. ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ഒരാളെ കൂടെ തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരുടെ ലൈഫിലേക്ക് കയറിയിട്ട് എൻ്റെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ സേവ് ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ കൂടെ കുറെ നടന്നിട്ട് സേവ് ഡേറ്റും കഴിഞ്ഞ് അടുത്ത് അവനെ ചവിട്ടി വേറൊരു ആളുടെ കൂടെ നടക്കും, എന്നിട്ട് അവരുടെ കൂടെ സേവ് ഡേറ്റ് ആയിട്ടും കല്യാണം കഴിയും. അതെനിക്കില്ല. ജാസി വർഷങ്ങളായിട്ട് ഒരു ആണിൻ്റെ കൂടെ നടക്കണുള്ളൂ, ആഷി. അത് ലോകം മുഴുവൻ അറിയാം. മനസ്സിലായോ? എത്ര വർഷങ്ങളായിട്ട് ഞാൻ വേറൊരാളെ കൂടെ പോയിട്ട് കൊഞ്ചി കഴിഞ്ഞിട്ട് അവരെ കൂടെ കുറേ നടന്ന് അക്കൗണ്ട് റീച്ച് ആക്കി കൊടുത്ത് പിന്നെ അടുത്തൊരാളെ പിടിച്ച് അവരെയും കുറേ നടന്ന് അവരെ അക്കൗണ്ടിന് ആ പരിപാടി ജാസിക്കില്ല. എനിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ. ആര്? അഷ്റഫ് പീരി. നീ പറഞ്ഞല്ലോ നിനക്കും ഒറ്റ തന്തയേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളിൽ പറയണം. തന്ത രണ്ടായ കാര്യങ്ങൾ നീ പറയരുത്. ഒറ്റ തന്തയാണെങ്കിൽ ആ ഇതിലെ രീതിയിൽ നീ സംസാരിക്കണം. മനസ്സിലായോ? ഞാൻ ഇത്രയും ഇതിൽ പറഞ്ഞത് നീ പച്ച കള്ളമാണ് ആൾക്കാരെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നിന്റെ കുറെ ട്രോളന്മാരും പോയിട്ട് നീ എന്നെ ട്രോളി ഞാൻ അങ്ങ് വിഷമിച്ച് അക്കൗണ്ട് ഡിലീറ്റ് ആക്കി പോകുന്ന മോൾക്ക് തോന്നിയെങ്കിൽ നടക്കൂല. ജാസി ഇവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോ ഇത് കണ്ട് മോള് കുരി പൊട്ടി അടുത്ത വീഡിയോസ് ചെയ്യണോ? ചെയ്തോ. അതിന് മറുപടിയായിട്ട് ഞാനും ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഇങ്ങനെ പോവാം. നിനക്കും കുറച്ച് ക്യാഷ് കിട്ടും യൂട്യൂബിൽ നിന്ന്, അത് കണ്ട് എനിക്കും കുറച്ച് ക്യാഷ് കിട്ടും. അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ചേച്ചി കുറെ ആയിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ തളർന്ന് കിടക്കരുത്. കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് ക്യാഷ് കണ്ട് പൊട്ടിയല്ലേ, കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട് മാഡത്തിന്. കുഴപ്പമില്ല, ചെയ്തോ. നല്ല കാര്യമാണ്. യൂട്യൂബിൽ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഇനിയിപ്പോൾ ഞാനല്ല ഇനി അടുത്ത കഴിഞ്ഞ് വേറെ ആളുടെ ആ കുട്ടീനെയും കണ്ടന്റ് ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. ഇതിന് മുമ്പ് പണ്ടെപ്പോഴോ മോളെ നമ്മളെ ആരാണ് ആ ട്രോൾ ചെയ്തത്? മറ്റേ ഒരാൾ കുറേ ആയിട്ട് മോളെ ട്രോളിയിട്ടുണ്ടായിരുന്നല്ലോ, അടിപൊളിയായിട്ട് അടിച്ച് അണ്ണാക്കി തന്നെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അയാളത് ഒന്ന് തപ്പട്ടെ, എന്നിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വേണമെങ്കിൽ അതിലും കൂടി നോക്കിയിട്ട് പറയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പറഞ്ഞത് മാറ്റിയിട്ട് മോള് പറയാൻ നിൽക്കരുത് കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, മോള് ട്രോളിക്കോ ഒരു കുഴപ്പമില്ല. കാരണം മോള് കണ്ടന്റ് ആണ്. മോള് കല്യാണം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല കാര്യമാണ്. മോള് കണ്ടന്റ് ഇതായിക്കോ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, മോള് മാത്രമല്ലല്ലോ. അപ്പൊ എല്ലാവരും എന്നെ ട്രോളുന്നുണ്ട്, എനിക്കതിൽ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. പറഞ്ഞത് പറയണേ, പറയാത്തത് പറഞ്ഞെന്ന് പറയരുത്. ഇപ്പോൾ ഞാൻ സത്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതേ ലെവലിലേക്കാണ് മോളും പറയേണ്ടത്. ഇനിയിപ്പോൾ അതിൽ പിന്നെ ഈ മോള് പറയുന്ന ഈ പറ്റാച്ചെട്ട് മറിച്ചതും പിന്നെ ഇതൊക്കെ അതിനപ്പുറത്തേക്ക് പിടിക്കാൻ എനിക്കറിയാം. മനസ്സിലായോ? പക്ഷെ ഞാൻ പറയാത്ത എന്താണെന്നറിയോ? വേണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ 2006 ഞാനത് തീരുമാനം അതാണ്, ക്ഷമ. അത് ആർട്ടിൻ സോപ്പിന്റെ ഫലം തരും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ള ആൾക്കാർക്കും വിളിക്കുമ്പോൾ മോളൊരു കാര്യം മനസ്സിലാക്കും, മോളെ വീട്ടിലും അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കുറേ ആൾക്കാർ കാണുന്നതാണ് സോഷ്യൽ മീഡിയ നമ്മൾ വീഡിയോ ഇടുമ്പോൾ. അപ്പൊ ദയവ് ചെയ്ത് കുട്ടികളും കാണുന്നു. ഇപ്പൊ നീ എത്ര കുട്ടികൾ കാണണ്ടെന്ന് പറഞ്ഞാലും ഇത് കുട്ടികളും ചിലപ്പോൾ കാണും, വലിയ ആൾക്കാരും കാണും. വലിയ ആൾക്കാർ ഇന്ന് കാണുമ്പോഴേ കുട്ടികൾ വരിക, അപ്പൊ അവരും കാണും. അപ്പൊ എന്തിനാണ് വെറുതെ? നോർമലി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മോൾക്ക് പറഞ്ഞ കാര്യങ്ങൾ തീർക്കാമല്ലോ. അത് പൂ എന്ന് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? അപ്പൊ എനിക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം.
എന്നൊക്കെ ആക്കിയിട്ട് എനിക്കും നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ അറിയാം, കണ്ടന്റ് അടിപൊളിയായിട്ട് ചെയ്യാൻ ജാസിക്ക് അറിയാം. പക്ഷെ ഞാൻ എനിക്ക് എന്തിനാ വെറുതെ വേണ്ട, എനിക്കിങ്ങനെ വലുതായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസി കൊറ്റംകുളങ്ങര പോയി വിളക്കെടുത്തതൊക്കെ എന്താണ്, അതും ഒരു ജാസിന് ഡ്രാമയാണെന്ന്. ഞാൻ ഒരു കാര്യം പറട്ടെ, ഞാൻ കൊറ്റംകുളങ്ങര വിളക്കെടുക്കാൻ വേണ്ടി പോയ സമയത്തും ഞാൻ ഹോർമോൺ ടാബ്ലറ്റും ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ എന്റെ മനസ്സുകൊണ്ട് എനിക്ക് മറ്റൊരു ദൈവങ്ങളെ നിന്ദിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. എനിക്ക് എന്റെ കൊറ്റത്തമ്മ സത്യം ഞാൻ പറയാണ്, എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച കാര്യം എന്താണെന്ന് അറിയാം, ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അവിടെ പുരുഷന്മാരാണ് വിളക്കെടുക്കേണ്ടത്, പുരുഷനിൽ നിന്ന് പെണ്ണാവാൻ ശ്രമിക്കുന്ന ആൾക്കാർ വിളക്കെടുക്കേണ്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ അവിടെ വിളക്കെടുക്കാഞ്ഞത്. പക്ഷെ ഞാൻ നോർമലി ഒരു പട്ടുപാടത്ത് പോയി, എന്നോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഞാൻ അത് കേട്ടു, നല്ലപോലെ എനിക്ക് നല്ല സപ്പോർട്ട് എനിക്ക് ആ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, കൊല്ലത്തെ ആൾക്കാരെ നല്ല സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. എനിക്കൊരു പ്രശ്നവും ഇല്ല അതിൽ. അവർ ഈ തടഞ്ഞ ആൾക്കാരെ പിറ്റേ ദിവസം വന്ന് എന്നോട് സോറി പറഞ്ഞു, അവരുടെ വൈഫും ഒക്കെ നല്ല ഫാനാന്ന് പറഞ്ഞു, സംസാരിച്ചു. അപ്പൊ ഞാൻ അതോട് തീർന്നു. പിന്നെ വേറൊരു കാര്യം മോൾ ചെയ്ത് വളരെ വളരെ മോശമായി പോയി. അതെന്താണെന്ന് ഞാൻ പറയാം. ഒന്നാമത് ഞാനാണ് ജാൻമണിക്ക് നിന്റെ നമ്പർ കൊടുത്തത്. കാരണം പ്രശ്നങ്ങൾ എന്താണ് തീർക്കണം എനിക്കറിയില്ല. അപ്പൊ ജാൻമണിക്ക് അറിയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അവർ ചോദിച്ച സമയത്ത് ജാൻമണിക്ക് നിന്നെ അറിയാം എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് അവിടെ തിരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ വിചാരിച്ചത് ജാൻമണിക്ക് അറിയാം, കാരണം പ്രശ്നങ്ങളൊക്കെ ജാൻമണി കാണുന്ന ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ജാൻമണി എന്നെ വിളിച്ചു ചോദിച്ചു, ജാസ്തി ഈ പറഞ്ഞ പെൺകുട്ടിയുടെ നമ്പർ ഉണ്ട്? ഞാൻ പറഞ്ഞ നമ്പർ ഉണ്ട് മോളെ. കാരണം എന്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ, അപ്പൊ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ നമ്പർ ജാൻമണിക്ക് കൊടുത്തു. കാരണം എനിക്ക് അവിടെ വേണമെങ്കിൽ നിന്റെ നമ്പർ കൊടുക്കാണ്ട് നിന്നെ കൂട്ടി കുറെ പറഞ്ഞു കൊടുത്ത് അവരെ തമ്മിൽ ഈഗോ അടുപ്പിച്ച് നിങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആക്കായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ താല്പര്യം, ഞാൻ അങ്ങനത്തെ ആളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ടും ജാൻമണിയോട് ചോദിച്ചാൽ അറിയാം. ഞാൻ വേണമെങ്കിൽ ആ ജാൻമണിയുടെ അടുത്ത് പോയി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ജാൻമണി ഞാൻ പറഞ്ഞു, ജാൻമണി നീ സംസാരിച്ചോ, പ്രശ്നങ്ങളൊക്കെ തീരാണെങ്കിൽ തീരട്ടെ. ഇനിയിപ്പോൾ എന്നോട് ജാൻമണി പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു ആ പെൺകുട്ടിനെ. ഓക്കെ, അത് തീരട്ടെ വെച്ചാണ് ഞാൻ ജാൻമണിക്ക് നമ്പർ കൊടുത്തത്. അപ്പൊ നമ്പർ കൊടുത്തിട്ട് ജാൻമണി എന്നോട് അത്രയും നല്ല രീതിയിൽ സംസാരിച്ചു, നീയും അവിടെ നല്ല രീതിയിലാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ജാൻമണി ഒരു ബൈറ്റ് കൊടുത്തു, ഈ പറഞ്ഞ പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചു, ആ പെൺകുട്ടി വളരെ നല്ല കുട്ടിയാണ്, അതാണെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം നീ കണ്ടിട്ട് അതിനുശേഷം നീ ജാൻമണിയുടെ വോയിസ് കട്ട് ചെയ്തിട്ട് ജാൻമണി മാപ്പ് പറയുന്ന കാര്യങ്ങൾ മാത്രം ഇട്ട് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് എന്തുകൊണ്ട് നീ നിന്റെ വോയിസ് അതിൽ ഇട്ടില്ല, നീ പറഞ്ഞ വോയിസ് അതിൽ ഇട്ടില്ല? അതാണല്ലോ ഫുൾ ഒരു ക്ലാരിറ്റി അപ്പോൾ ഫുള്ളായിട്ട് കാണിക്കണല്ലോ, പകുതി മുറിച്ചിട്ടല്ലോ കാണിക്കേണ്ടത്. അപ്പൊ അത് ചെയ്തത് വളരെ മോശമായി പോയി. കാരണം അത്രയും ട്രസ്റ്റ് ചെയ്ത ഒരാൾ നിന്നെ കോൾ ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ അവസാനിപ്പിച്ച ഒരു പ്രശ്നം വീണ്ടും അത് വെറും ചീപ്പ് പബ്ലിസിറ്റി ആൻഡ് കണ്ടന്റിന് വേണ്ടിയിട്ട് എടുത്ത് അലക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് വളരെ വളരെ ബേഡായി എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഞാൻ ജാൻമണി അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും കൂടി അതിനെ സംസാരിക്കുകയുണ്ടായി അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. നിനക്കൊരു കണ്ടന്റാണ്, എനിക്കും ഒരു കണ്ടന്റാണ്. അപ്പൊ കണ്ടന്റിനോട് മാത്രം ഉള്ള സ്നേഹം മോള് തുടങ്ങിക്കോ, ഒരു പ്രശ്നവുമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്ന വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അത് കൂടാണ്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ എന്നെ പറഞ്ഞിട്ട് ഈ പറയുന്ന വ്യക്തി എന്നെ അത്രയും പബ്ലിക്കലി വന്ന് പറഞ്ഞ വ്യക്തി 2 ദിവസം മുമ്പ് എൻ്റെ വീഡിയോസ്, ഞാൻ അത് ഇവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടോ, എൻ്റെ വീഡിയോസിന് ലൈക്ക് അടിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ വ്യക്തി. അതെന്തിനായിരുന്നു? അപ്പൊ മേഡം പറയും നല്ലത് കണ്ട ഞാൻ നല്ലത് പറയുന്നു, അതിനായിരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും അത് നടക്കട്ടെ, നല്ല കാര്യമാണ്. എന്തായാലും എനിക്കത് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ മോളുടെ നല്ല വീഡിയോസ് കണ്ടാൽ ഞാൻ നാളെ ലൈക്ക് അടിച്ചുമായിരിക്കും. കാരണം നല്ലത് കണ്ടാൽ ഞാൻ നല്ലത് പറയും, എനിക്കത് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് മോളുടെ കല്യാണ വീഡിയോസ് അടിപൊളിയായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ കല്യാണത്തിന്റെ ആ പുറകിലെ സെറ്റും ആ ഡ്രസ്സും ആ ഒരു നിങ്ങളുടെ ആ ഒരു വൈബും ആ ഒരു ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനും അതിന് ലൈക്ക് അടിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ സമയത്ത്. അപ്പോൾ ഇത് മോളും എനിക്ക് ലൈക്ക് തന്നിട്ടുണ്ടാവും. കാരണം എൻ്റെ പച്ചയൊക്കെ വലച്ച് ചെയ്യുന്നതിന് ശേഷം പോയിട്ട് ലൈക്ക് അടിച്ചിട്ടുണ്ടാവും നല്ല വീഡിയോസ് കണ്ടപ്പോൾ. അത് കുഴപ്പമില്ല. അപ്പോൾ എനിക്കും അത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെതും പോഷ് ബ്യൂട്ടി തന്നെയാണ്, അതെനിക്ക് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്നത് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.